ഗൈസ്, ഇന്ന് നമ്മുടെ ഹോസ്റ്റലിലെ ലാസ്റ്റ് ഡേ ആണ്. സോ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിന് നമ്മൾ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള, അതായത് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ലാവിഷ് ആയിട്ടുള്ള ഫുഡാണ് പറഞ്ഞിട്ടുള്ളത്. മാങ്ങ ഉപ്പിലിട്ടതുണ്ട്, ഉണക്കമീൻ പൊരിച്ചതുണ്ട്, പിന്നെ മുളക് കൊണ്ടാട്ടം വറുത്തതുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ പഴങ്കഞ്ഞിയാണ് ഇന്നത്തെ ഹീറോ. സോ നമ്മൾ കുറച്ച് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തേത്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഹോസ്റ്റൽ വാർഡനോട് ആൻറ്റീനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിങ്ങനെ പഴങ്കഞ്ഞി മതി എന്നുള്ളത്. അതൊരു ഞങ്ങളെല്ലാവർക്കും കഞ്ഞി പഴങ്കഞ്ഞിയൊക്കെ അതിനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. സോ നമ്മൾ അങ്ങനെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അവസാനത്തെ ഹോസ്റ്റലിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഭയങ്കര ലാവിഷായിട്ട് വയറ് നിറയെ ഭയങ്കര ആസ്വദിച്ച് ടേസ്റ്റി ആയിട്ട് കഴിച്ചതെന്ന് തന്നെ പറയാം. ശ്രീജാൻറ്റി നമുക്ക് പ്രത്യേകം ഉണ്ടാക്കി തന്നാണിത്. പഴങ്കഞ്ഞിയിൽ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ചോറ് അത് കഞ്ഞിയാക്കി അതിൽ തൈരും ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ല ടേസ്റ്റായിട്ട്, പിന്നെ നമുക്ക് മാങ്ങ അച്ചാറ്, മാങ്ങ ഉപ്പിലിട്ടതും എല്ലാമായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു. നമുക്ക് എല്ലാവർക്കും ആൻറ്റി തന്നെയാണ് സെർവ് ചെയ്ത് തന്നതും. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സ്നേഹത്തിലൊക്കെ അങ്ങനെ നമുക്ക് ആൻറ്റി തന്നെ എല്ലാവർക്കും പ്ലേറ്റിലൊക്കെ ആക്കി തന്നു. ഇതാണ് നമ്മുടെ ശ്രീജ് ആൻറ്റി. നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവസാനമായിട്ട് ഈ ടേബിളിൽ ചുറ്റും ഇരുന്ന് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുകയാണ് ഹോസ്റ്റലിൽ. ഈ ടേബിളിൽ ഒരുപാട് കഥകളുണ്ടാവും പറയാൻ. ഞങ്ങൾ ഈ ടേബിളിൽ വന്നിരുന്നാൽ ഇതിൻ്റെ ചുറ്റും ഇരുന്ന് ഫുള്ളും ബടായി അടിക്കലാണ് പതിവ്. ഫുള്ള് ഗോസിപ്സും ഫണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലും അടിപൊളിയായിരുന്നു. ഫുൾ ടൈം കൂടെ ആണെങ്കിലും ഈ മേശയിൽ വന്നിരിക്കുമ്പോൾ ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും എല്ലാ കഥകളും വിളമ്പുന്നത്. അങ്ങനെ അതും അവസാനിച്ചിരിക്കുകയാണ്.